ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേര ദൈവവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 14 വരെ. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളോട് നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിനും ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട്, ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ ദൈവവചന ധ്യാനത്തിനായി തന്നിരിക്കുന്ന ഈ അല്പനേര സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ അനുസരിച്ച് ദൈവനാമത്തിന് അനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്കവിടെ ദൈവമായ യഹോവ മോശയോട് നടത്തുന്ന ഒരു അരുളപ്പാടാണ് കാണുവാനായി സാധിക്കുന്നത്. മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം മോശയെ ഏൽപ്പിക്കുകയാണ്. നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം കൃത്യമായി ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കണം. അതിനുശേഷം മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ഞാൻ യോഗ്യനാണോ എന്ന്. മോശയെ കൊണ്ട് അത് സാധിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ദൈവം അത് മോശയെ തിരഞ്ഞെടുത്തത്. അതുപോലെയാണ് നമ്മളെയും ഓരോരുത്തരെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മൾക്ക് 100% കോൺഫിഡൻസോടെ ചെയ്യുവാൻ സാധിക്കുമെന്ന് ഏൽപ്പിക്കുന്ന ആൾക്ക് തോന്നുന്നത് കൊണ്ടാണല്ലോ ആളുകൾ നമ്മളെ അത് ഏൽപ്പിക്കുന്നത്. ഇവിടെ മോശ തന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് വ്യാകുലപ്പെടുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നുവെന്ന്. ഇവിടെ ഏത് പ്രതിസന്ധിയിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നത്. ദൈവം മോശയ്ക്ക് നൽകിയ പോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം നൽകിയാണ് നമ്മളെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഫലപ്രാപ്തിയിലെത്തുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.